ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രഷർ ടെസ്റ്റിംഗ് ആണ്. അതായത് മുകളിലത്തെ ലൈനിലേക്ക് പ്രഷർ താരതമ്യേന കുറവായതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് പൈപ്പാണ് ഇറക്കിയിട്ടുള്ളത്. 2 സെക്ഷനായിട്ട് 2 ഇഞ്ച് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിന് 1.5 ഓടിയിട്ടാണ് മുക്കാലിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ മൊത്തത്തിൽ ഒരു ഫോഴ്സ് കുറവ് തോന്നിയപ്പോൾ താഴെ ഫോഴ്സ് ഉണ്ട്, മുകളിലേക്ക് ഫോഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് ഒരു ചെറിയൊരു സംശയം കൊണ്ടാണ് നമ്മളിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ഹാൻഡ് ടെസ്റ്റ് പമ്പാണ് എടുത്തിട്ടുള്ളത്. പമ്പ് നമ്മൾ മുമ്പ് കുറേ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രഷർ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഓരോരോ വർക്ക് എടുക്കുമ്പോഴും അതിന് ഓരോരോ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിങ്ങനെ ഓരോരോ വീഡിയോസ് എടുത്ത് വിടുന്നത്. അപ്പോൾ ഇത് ഫുള്ളി വാട്ടർ ലൈനൊക്കെ PPRലാണ് ചെയ്തിട്ടുള്ളത്, 3/4 ഇഞ്ചൊക്കെ. ബാക്കിയൊക്കെ 2 ഇഞ്ചിൽ ഇറങ്ങി 1.5 ഇഞ്ചിൽ ഓടിച്ച് 3/4 PPRലേക്കാണ് കയറുന്നത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു ടാപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ആംഗിൾ കോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രഷർ ബാർ ആയി കഴിഞ്ഞാൽ ഒന്ന് എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഈ എയർ ഒന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കുറച്ച് ബാറാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇനിയൊന്ന് ബാറാക്കിയിട്ട് അടിച്ച് നോക്കിയിട്ട് കുറച്ച് നേരം ഒരു മണിക്കൂർ 1.5 മണി എന്തായാലും 1 മണിക്കൂർ നമുക്ക് ഫോൾഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ തന്നെ, ഡ്രോപ്പ് അല്ലാത്തൊരു ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നേരത്തെ ഞാനൊരു 6-7 ബാറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിന്നിപ്പോൾ പ്രഷർ ഡ്രോപ്പ് നമ്മൾ അവിടുന്ന് എയർ എടുത്ത് കൊടുത്തപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ പമ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡെമ്മി നീഡിലും കൂടി ഉണ്ട്. പിന്നെ 2 വാൽവ് വരുന്നതാണ്. വാൽവ് 1ഉം 2 ഇൻലെറ്റും ഔട്ട്ലെറ്റും വാൽവുകളുണ്ട്. 50 ബാർ പ്രഷർ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണ്. അപ്പോൾ ഇത് പല മോഡലിലും വരുന്നുണ്ട് കേട്ടോ. അത് പ്രോ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല പേരിലും വരുന്നുണ്ട്. പിന്നെ ഒരു ജർമ്മൻ പമ്പിൻ്റെ കോപ്പിയാണിത്. അപ്പോൾ ഇത് വുഡ് പേക്കർ എന്ന് പറഞ്ഞിട്ട് വുഡ് പേക്കർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും പല റേറ്റിലെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാലും ഗേജ് മീറ്ററും ഇതിനൊക്കെ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ സ്റ്റോറേജിൽ, വെള്ളം സ്റ്റോറേജിൽ ലിറ്ററിൽ നല്ല മാറ്റം വരുന്നുണ്ട് ചില പമ്പുകൾ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 9 ബാറിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 9 ബാർ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമമാണ്. അതായത് ഇതിൻ്റെ മേലേക്കൊന്നും നമുക്ക് ഈ പമ്പിൽ കേട്ടോ, ഈ നമ്മുടെ കയ്യിലുള്ളത് TM ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു പമ്പാണ്. അപ്പോൾ ഈ മോഡൽ പമ്പുകളിൽ നമുക്ക് 9-10 ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമമാണ്. അതിൻ്റെ മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് എന്തെങ്കിലും ഡാമേജ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ അടിച്ചിട്ട് ഏകദേശം ആ ഡമ്മി സൂചി ചോപ്പ് നമ്മൾ ആ ബ്ലാക്കിൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഒരു 9 ബാർ പ്രഷർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നോക്കാം, ഓൾറൗണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് ഏകദേശം എന്താണ്, എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന്. വാൽവുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്താണ്. അകത്തൊക്കെ നമ്മൾ ഉള്ളിലാണ് വാൽവ് കൊടുത്തിട്ടുള്ളത്. ആംഗിൾ കോക്ക് കൊടുത്തിട്ടുള്ളത് ഷവർ കോക്ക് മോഡലാണ് വാൽവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറത്ത് 2 ഔട്ട് സൈഡിൽ, ഫ്രണ്ട് സൈഡിലായിട്ട് 2 ബാത്റൂമിലേക്ക് മുകളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കിച്ചണിൻ്റെ സൈഡിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, വാൽവൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സിങ്ക് തീരുമാനമാവാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ലൈന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ആദ്യം നമ്മൾ ഇൻസൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ബാത്റൂം ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഔട്ട് സൈഡിൽ ഇങ്ങനെ ഒരു പ്രഷറിൻ്റെ ഫ്ലോൻ്റെ ഫോഴ്സിൻ്റെ ഒരു പ്രശ്നം ഇത് കണ്ടപ്പോൾ നമുക്കൊരു സംശയം. അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ച് നോക്കിയത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ചെറിയൊരു ടൈമിംഗ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഒരു 20 മിനിറ്റ് അത്രേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നമ്മളെ അടിച്ച് വെച്ച ബാറിന്ന് വലിയ ഡ്രോപ്പൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പുറത്ത് ഓൾറൗണ്ട് എല്ലാം തുറന്ന് കടന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ മുകളിൽ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങുന്നതല്ല, PPRലാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബാത്റൂമുണ്ട്. എല്ലാ ബാത്റൂമിലും നമ്മൾ
ഉള്ളിൽ വാൽവും പുറത്തും വാൽവും ഉണ്ട് കേട്ടോ, ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇട്ട മണ്ണായതും കൊണ്ട് നല്ല മഴ പെയ്ത് മണ്ണ് താഴ്ന്നു പോകുന്നതുകൊണ്ട് നമുക്കൊരു ഡൗട്ട്, ഇനി പൈപ്പ് എവിടെയെങ്കിലും എൽബോയോ ടീയോ എവിടെയെങ്കിലുമൊക്കെ ജോയിൻറ്റ് വിടുക അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോയെന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് നമ്മളിത് അടിച്ച് നോക്കുന്നത്. അപ്പോൾ അടിച്ചിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. അതായത് നമ്മൾ പ്രഷർ ലീക്കേജ്, അതായത് പൈപ്പിനോ എൽബോക്കോ ഒരു ചെറിയ പൊട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രഷർ ഇപ്പം 9 ബാർ 9 ബാർ പ്രഷർ നമ്മളിതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോഡിൽ നിന്ന് 9 ഒരു 8 വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ട്. അതായത് നമ്മൾ നിലവിൽ ലോക്ക് ചെയ്ത ഭാഗത്തുള്ള ഒരു ചെറിയ ഡ്രോപ്പ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ലീക്കേജിനാണ് ഈ 2 ബാറൊക്കെ താഴുക. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് എൻഡിൽ നമുക്ക് പ്രഷർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ ഡ്രോപ്പ് വരുന്നത്. ഇത് നമ്മൾ കിച്ചണിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രഷർ പതുക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം ആ 9 തന്നെയാണ് നിൽക്കുന്നത്. 9ൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ലീക്കൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് പ്രഷർ ഇപ്പോൾ ഡ്രോപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അത്ര ഫോഴ്സിൽ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ലൈറ്റായിട്ടുള്ള ഒരു വരുവേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ വരെ അത്രേ ഇതിലെ സ്പീഡിലെ നീഡിൽ താഴേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലീക്കേജ് ഇല്ലയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പ്രഷറൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പമ്പുകളൊക്കെ വെച്ച് പ്രൊഫഷണലായിട്ട് പ്രഷർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളെ ഒരു അശ്രദ്ധ കൊണ്ട് ഇതിൻ്റെ മേലേക്ക് ടൈൽസൊക്കെ വിരിച്ച് അല്ലെങ്കിൽ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് പോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലയൻറ്റിൻ്റെ നഷ്ടങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പ്രൊഫഷണലായിട്ട് തന്നെ പമ്പുകളൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് ലൈനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമൊക്കെ നമ്മൾ ടൈൽസിന് അടിക്കാൻ കൊടുക്കുക. അതുപോലെ ഇൻ്റർലോക്കൊക്കെ വിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ പെർമിഷൻ കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.